പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. 2024 സെപ്റ്റംബർ 9 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. അഗ്നി 4 എന്ന മിസൈലിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷണം ഇത് നടത്തിയിട്ടുള്ളത് ഏത് റേഞ്ചിൽ വെച്ചാണ്, ഇന്ത്യയിലെ ഏത് അത്ലറ്റാണ് സിൽവർ മെഡൽ ലഭിച്ചെങ്കിലും പിന്നീട് അത് ഗോൾഡ് ആയിട്ട് അപ്ഗ്രേഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ടൈം മാഗസിൻ്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏത് കേന്ദ്രമന്ത്രിക്കാണ്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 9 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ 1ാം വാർഷികത്തിൽ കേരളത്തിലെ ഏത് മേഖലയ്ക്കാണ് അവാർഡ് ലഭിച്ചത്? സൈബർ ക്രൈം എഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന ഒരു കാറ്റഗറിയിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യത്തെ ആനിവേഴ്സറിയിൽ കേരളത്തിന് അവാർഡ് ലഭിച്ചു. അവാർഡ് ലഭിച്ച കാറ്റഗറിയാണ് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഇതിന് കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സൈബർ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇതിന്റെ ആദ്യത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിന് വേണ്ടി അവാർഡ് സ്വീകരിക്കുന്നത് കേരളത്തിലെ പോലീസ് ഹെഡ് ആയിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. നാളെ സെപ്റ്റംബർ 10 അദ്ദേഹം അവാർഡ് സ്വീകരിക്കും. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 29 മെഡലുകൾ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 28 ആരംഭിച്ച് സെപ്റ്റംബർ 8 വരെയായിരുന്നു പാരീസിലെ പാരാലിമ്പിക്സ്. ഇതിൽ ഇന്ത്യക്ക് 29 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മികച്ച നേട്ടം എന്ന് പറയാൻ സാധിക്കും. കാരണം 29 മെഡൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇതിൽ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 19 മെഡൽസ് ആണ്. 19 മെഡൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യ, അതിൽ 5 സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം 7 ഗോൾഡ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെയായിരുന്നു ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാരീസിൽ ഈ മത്സരം നടന്നിട്ടുള്ളത്. 84 അത്ലറ്റ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പാരാലിമ്പിക്സിൽ ഇന്ത്യ 9 ഡിസിപ്ലിൻ 9 സ്പോർട്സ് ഇനങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം 12 സ്പോർട്സ് ഇനങ്ങളിൽ ഇന്ത്യ പങ്കെടുത്തു. 29 മെഡൽസ് ആണ് ഇന്ത്യക്ക് പാരീസ് പാരാലിമ്പിക്സിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. 6 സെപ്റ്റംബർ 2024 വിജയകരമായി പരീക്ഷിച്ച അഗ്നി 4 ഏത് തരത്തിലുള്ള മിസൈലാണ്? ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അഗ്നി 4 എന്ന മിസൈൽ ഇതൊരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 6 ഒഡീഷയിലെ ചാണ്ടിപൂർ എന്ന സ്ഥലത്ത് വെച്ച് വളരെ വിജയകരമായിട്ട് അഗ്നി 4 എന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ IRBM പരീക്ഷിച്ചു. അഗ്നി സീരീസിലുള്ള എല്ലാ മിസൈൽസും അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. അഗ്നി 4നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അഗ്നി സീരീസിലെ 4ാമത്തെ മിസൈൽ ആണ്. ഏറ്റവും ആദ്യത്തേത് അഗ്നി 1, പിന്നെ അഗ്നി P, അഗ്നി 2, അഗ്നി 3, അഗ്നി 4, അഗ്നി 5, അഗ്നി 6. അഗ്നി P എന്ന മിസൈൽ ഇത് അണ്ടർ ട്രയലിലാണ്, അതായത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അഗ്നി 6 ആണെങ്കിൽ ഇപ്പോൾ അണ്ടർ ഡെവലപ്മെന്റിലാണ്. 3 ലെവലിലാണ് അഗ്നി മിസൈൽസ് ഉള്ളത്. ഒന്ന് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്നതും, മറ്റൊന്ന് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്നതും, മൂന്നാമത്തേത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നതും. ഇതിൽ അഗ്നി 4ന്റെ റേഞ്ച് ആണ് 3500 മുതൽ 4000 കിലോമീറ്റർ വരെ. ഏറ്റവും ചെറുതായിട്ടുള്ള അഗ്നി 1 700 മുതൽ 1200 കിലോമീറ്റർ വരെയാണ്. 20 മീറ്റർ നീളമുള്ള അഗ്നി 4ന്റെ ഭാരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 17 ടൺ ആണ്. 2011 നവംബർ 15 അഗ്നി
4 എന്ന മിസൈൽ ആദ്യമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ടൈം മാഗസിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി തിരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് അമേരിക്കയിലും അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. ടൈം മാഗസിനിലെ അശ്വിനി വൈഷ്ണവിനെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു കാറ്റഗറിയിൽ തിരഞ്ഞെടുത്തു. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മിനിസ്റ്റർ ആണ് അശ്വിനി വൈഷ്ണവ്. അദ്ദേഹത്തെ ടൈം മാഗസിൻ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ AI 2024 എന്നതിലാണ് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളത് ഷേപ്പേഴ്സ് കാറ്റഗറിയിലാണ്. ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വലിയൊരു കോൺഫറൻസ് ആയിരുന്നു ഗ്ലോബൽ ഇന്ത്യ AI സമ്മിറ്റ്. അതിൽ 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 2000ഓളം പേര് പങ്കെടുത്തിട്ടുള്ള വലിയൊരു കോൺഫറൻസ് ആയിരുന്നു ഗ്ലോബൽ ഇന്ത്യ AI സമ്മിറ്റ്. ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അശ്വിനി വൈഷ്ണവ്, മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇറാന്റെ ബെയ്ത്സയ സദേഗിനെ അയോഗ്യനാക്കിയതിനു ശേഷം പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരന്റെ പേര് നവദീപ്. മെൻസ് ജാവലിൻ F41 എന്ന കാറ്റഗറിയിൽ പങ്കെടുത്തിട്ടുള്ള അത്ലറ്റ് ആണ് നവദീപ്. പാരാ അത്ലറ്റ് ആയിട്ടുള്ള നവദീപ് ഈ പ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ സിൽവർ ആണ് നേടിയത്. എന്നാൽ ഇറാന്റെ ബെയ്ത്സയ സദേബ് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ആക്കുകയും ആ ഒരു ഗോൾഡ് ആണ് പിന്നീട് നവദീപിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ 7ാമത്തെ മെഡൽ ആണ് നവദീപിന് ലഭിച്ചിട്ടുള്ളത്. F41 മെൻസ് ജാവലിനിലാണ് നവദീപിന് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത്. 47.32 മീറ്റർ എറിഞ്ഞുകൊണ്ട് സെക്കൻഡ് പൊസിഷനിലായിരുന്നു നവദീപ്. പിന്നീട് അത് ഗോൾഡ് ആയിട്ട് അപ്ഗ്രേഡായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സാദെ ബെയ്ത്സായ അദ്ദേഹത്തെ പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഖേൽ ഉത്സവ് 2024 ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത്? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഖേൽ ഉത്സവ് 2024 സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 2024 നാഷണൽ സ്പോർട്സ് ഡേയും ഹോക്കി ഇതിഹാസ താരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് സ്മരണക്കായിട്ടാണ് ഖേൽ ഉത്സവ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സംഘടിപ്പിച്ചത്. ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ 2 സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഒന്ന് മേജർ ധ്യാൻചന്ദ്, മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഓഗസ്റ്റ് 27 മുതൽ ഓഗസ്റ്റ് 30 വരെയായിരുന്നു ഖേൽ ഉത്സവ് 2024 എന്ന ഈ ഒരു സ്പോർട്സ് ഇവന്റ്. ഇതിൽ 4 ഇനങ്ങളാണ് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഈ ഒരു ഖേൽ ഉത്സവ് 2024 എന്ന സ്പോർട്സ് ഇവന്റ് നടന്നിട്ടുള്ളത്. ഒന്ന് ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്. 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരീന സബ്ലങ്ക. US ഓപ്പൺ വിമൻസ് സിംഗിൾസ് ടൈറ്റിൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ പ്രാവശ്യം അരീന സബ്ലങ്കയാണ്. യുഎസിന്റെ ജെസിക്ക പെഗുലെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അരീന സബ്ലങ്ക ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2ാമത്തെ പ്രാവശ്യമാണ് US ഓപ്പണിലെ അരീന സബ്ലങ്ക എത്തുന്നതും. കഴിഞ്ഞ പ്രാവശ്യം US ഓപ്പണിലെ ഫൈനൽ മത്സരത്തിൽ എത്തിയെങ്കിലും യുഎസിന്റെ കോക്കോ ഗോഫിനോട് പരാജയപ്പെട്ടു. എന്നാൽ ഈ പ്രാവശ്യം ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അരീന സബ്ലങ്ക US ഓപ്പൺ വിമൻസ് സിംഗിൾ കിരീടം കരസ്ഥമാക്കുന്നത്. അരീന സബ്ലങ്ക ഒരു ബെലൂറിഷ്യൻ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ്. വേൾഡ് നമ്പർ 1 വരെ എത്തിയിരുന്ന അരീന സബ്ലങ്ക ഇപ്പോൾ വേൾഡ് നമ്പർ 2 ആണ്. വേൾഡ് നമ്പർ 1 നിൽക്കുന്നത് ഇഗ സ്വൈതക്കാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സിമ്രാൻ ശർമ്മ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ്? വനിതകളുടെ 200 മീറ്റർ T20 ഇനം. ഇന്ത്യയുടെ സിമ്രാൻ ശർമ്മ വിമൻസ് 200 മീറ്റർ T12 എന്ന ഇനത്തിൽ ബ്രോൺസ് കരസ്ഥമാക്കി. വിമൻസിന്റെ 100 മീറ്റർ T12 ഇവന്റിൽ പരാജയപ്പെട്ടെങ്കിലും 200 മീറ്ററിലാണ് സിമ്രാൻ ശർമ്മയ്ക്ക് ബ്രോൺസ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 24.75 സെക്കൻഡ് കൊണ്ടാണ് സിമ്രാൻ ശർമ്മ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ സിമ്രാൻ ശർമ്മ ഇന്ത്യയുടെ വിമൻസ് പാരാ അത്ലറ്റാണ്. വിമൻസ് 200 മീറ്റർ T12 എന്ന കാറ്റഗറിയിലാണ് മെഡൽ നേടിയിട്ടുള്ളത്. 7 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? തുഹിൻ കാന്ത പാണ്ഡെ. സെപ്റ്റംബർ 7-ാം തീയതി ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് തുഹിൻ കാന്ത പാണ്ഡെയെ അപ്പോയിന്റ് ചെയ്തു. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് DIPAM. അപ്പോൾ DIPAMന്റെ സെക്രട്ടറി ആയിരുന്നു തുഹിൻ കാന്ത പാണ്ഡെ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥാനത്ത് TV സോമനാഥൻ ആയിരുന്നു
അദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ തുഹിൻ കാന്ത പാണ്ഡെ എത്തിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 19 മെഡലുകൾ. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ 1ാം വാർഷികത്തിൽ കേരളത്തിലെ ഏത് മേഖലയ്ക്കാണ് അവാർഡ് ലഭിച്ചത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 29 മെഡലുകൾ. 6 സെപ്റ്റംബർ 2024 വിജയകരമായി പരീക്ഷിച്ച അഗ്നി 4 ഏത് തരത്തിലുള്ള മിസൈലാണ്? ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ടൈം മാഗസിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി തിരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇറാന്റെ ബെയ്റ്റ് സയ്യ സദേകിനെ അയോഗ്യനാക്കിയതിനു ശേഷം പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരന്റെ പേര്? നവദീപ്. ഖേൽ ഉത്സവ് 2024 ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം. 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരീന സബ്ലങ്ക. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സിമ്രാൻ ശർമ്മ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ്? വനിതകളുടെ 200 മീറ്റർ T12 ഇനം. 7 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ന് സെപ്റ്റംബർ 9 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ബ്ലാക്ക് പക്കോഡ ഏത് ക്ഷേത്രത്തിന്റെ വിളിപ്പേരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കൂ, നമുക്കതിന് റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.